AutoCAD സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാനായി AutoCAD സോഫ്റ്റ്വെയറിന്റെ ഷോർട്ട്കട്ട് ഐക്കൺ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബട്ടൺ വഴി പ്രോഗ്രാംസ്, ഓട്ടോഡെസ്ക്, AutoCAD 2006 എന്നതിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക. ഈ കാണുന്നതാണ് AutoCAD സോഫ്റ്റ്വെയറിന്റെ ഇന്റർഫേസ്. അടുത്തതായി AutoCAD സോഫ്റ്റ്വെയറിന്റെ ഇന്റർഫേസിനെ ഒന്ന് പരിചയപ്പെടാം. ഏറ്റവും മുകളിലായി കാണുന്ന ഈ നീല ബാറിനെ നമ്മൾ ടൈറ്റിൽ ബാർ എന്നാണ് പറയുക. ടൈറ്റിൽ ബാറിന് താഴെയായി ഫയൽ, എഡിറ്റ്, വ്യൂ എന്ന് തുടങ്ങുന്ന മെനു ബാർ നമുക്ക് ലഭ്യമാണ്. ഈ ബ്ലാക്ക് ഏരിയ നമ്മൾ വർക്കിംഗ് ഏരിയ എന്നാണ് പറയുക. ഈ ബ്ലാക്ക് ഏരിയയ്ക്ക് ഏറ്റവും താഴെയായി ഒരു XY കോർഡിനേറ്റ് സിസ്റ്റം അഥവാ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ലഭ്യമാണ്. വർക്കിംഗ് ഏരിയയ്ക്ക് ഇരുവശങ്ങളിലായി കാണുന്നത് ടൂൾ ബാറുകളാണ്. ഈ ടൂൾ ബാറിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് സ്ക്രീനിന്റെ നടുക്കിലേക്ക് ഞാൻ കൊണ്ടുവന്നു വെച്ചു. ഇത് ഡ്രോ എന്ന് പറയുന്ന ടൂൾ ബാർ ആണ്. ഈ ടൂൾ ബാർ ഈ ബ്ലൂ ഏരിയയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നീക്കി വെക്കാം. അതുപോലെ തന്നെ ഈ ബാർ ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ബാറിന്റെ ഫ്രീ സ്പേസിലേക്ക് വെച്ചുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡ്രോ എന്നതിൽ ജസ്റ്റ് അൺചെക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ഡ്രോ എന്ന ടൂൾ ബാർ ക്ലോസ് ആയി. ഇനി ആ ഡ്രോ എന്ന് പറയുന്ന ടൂൾ ബാർ എനിക്ക് ഒന്നും കൂടി ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടൂൾ ബാറിന്റെ ഫ്രീ സ്പേസിൽ വെച്ചുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡ്രോ എന്നതിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. ഡ്രോ എന്ന് പറയുന്ന ടൂൾ ബാർ ഓപ്പൺ ആയി. അതുപോലെ തന്നെ XY കോർഡിനേറ്റ് സിസ്റ്റത്തിന് താഴെയായി കാണുന്ന ലൈനിനെ നമ്മൾ കമാൻഡ് ലൈൻ എന്നാണ് പറയുക. ഈ കമാൻഡ് ലൈനിൽ കൂടെയാണ് നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് ഒരു കമാൻഡ് ഇൻപുട്ടായി കൊടുക്കുന്നത്. ഈ കമാൻഡ് ലൈനിന് താഴെയായി സ്നാപ്പ്, ഗ്രിഡ്, ഓർത്തോ എന്ന് തുടങ്ങുന്ന ബട്ടൺ ബാറുകൾ നമുക്ക് ലഭ്യമാണ്. ഈ ബട്ടൺ ബാറുകൾ നമ്മൾ ഓരോന്നായി ഓരോ ആവശ്യങ്ങൾക്കായി യൂസ് ചെയ്യുന്നതാണ്. ഒരു ലൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാനായി ലൈൻ എന്ന കമാൻഡാണ് നമ്മൾ AutoCADൽ യൂസ് ചെയ്യുന്നത്. ലൈൻ എന്ന കമാൻഡ് ആക്റ്റീവ് ആക്കാൻ 3 രീതികളാണ് CADലുള്ളത്. അതിലെ ആദ്യത്തെ രീതി ഡ്രോ എന്ന് പറയുന്ന മെനുവിൽ നിന്നും ലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഡ്രോ എന്ന് പറയുന്ന ഒരു ടൂൾ ബാർ ഉണ്ട്, അതിലെ ലൈൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതും അല്ലെങ്കിൽ കമാൻഡ് ലൈനിൽ ലൈൻ എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുക, കമാൻഡ് ലൈനിൽ സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് ഈ ബ്ലാക്ക് ഏരിയയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഈ ഫസ്റ്റ് പോയിന്റ് തൊട്ട് നെക്സ്റ്റ് പോയിന്റ് വരെ അടുത്ത പോയിന്റിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്തു. ഇപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്ത ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും തമ്മിൽ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഈ 2 പോയിന്റും തമ്മിലേക്ക് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തു. ഞാൻ വരച്ച ഈ ലൈൻ എനിക്ക് ഇറേസ് ചെയ്ത് കളയണം. അതിനായി കമാൻഡ് ലൈനിൽ ഞാൻ ഇറേസ് എന്ന് ടൈപ്പ് ചെയ്തു. ഇറേസ് എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം എന്റർ കീ പ്രസ് ചെയ്തു. കമാൻഡ് ലൈനിൽ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെലക്ട് ഒബ്ജക്ട്സ് എന്നാണ്. ഏത് ഒബ്ജക്റ്റ് ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിനു ശേഷം എന്റർ കീ പ്രസ് ചെയ്തു. ആ ഒബ്ജക്റ്റ് ഡിലീറ്റ് ആയി പോയി. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യാനായി ഇറേസ് എന്ന കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതായി എനിക്കൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യണം. ആ ലൈൻ എക്സും വൈയും ആക്സിസിൽ എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൈൻ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്തു. ഫസ്റ്റ് പോയിന്റ് കൊടുത്തു. ഇനി എനിക്ക് വേണ്ടത് സ്ട്രെയിറ്റ് ലൈൻ ആണ് എങ്കിൽ ഞാൻ ബട്ടൺ ബാറിലേക്ക് വന്നു. 3ാമത്തെ ബട്ടൺ ബാർ ഓർത്തോ മോഡ് എന്നത് ക്ലിക്ക് ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, എനിക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കാനോ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കാനോ മാത്രമേ പറ്റുകയുള്ളൂ. അങ്ങനെ എനിക്ക് എത്ര വേണമെങ്കിൽ ലൈൻസ് ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ ആയിട്ട് വരയ്ക്കാം. അത് ഈ പോയിന്റിൽ നിന്നും 4 ഡയറക്ഷൻ, ഒന്നില്ലെങ്കിൽ ഈ ഡയറക്ഷൻ അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ, ആ 4 ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും 90'സിലായിരിക്കും. അങ്ങനെ എനിക്ക് വരയ്ക്കാൻ പറ്റും. ഇനി ഈ ഒരു അവസ്ഥയിൽ നിന്നും എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓർത്തോ മോഡ് ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓഫായി. ഓർത്തോ മോഡ് എന്നത് ഓർത്തോഗ്രാഫിക് മോഡ് എന്നാണ്. എക്സും വൈയിലും മാത്രം ട്രാവൽ ചെയ്യുന്ന മോഡ്.
ഇനി അതിന് ഓർത്തോഗ്രാഫിക് മോഡ് എന്നത് ആക്റ്റീവ് ആക്കാനായി ഒരു ഫംഗ്ഷണൽ കീ ഉണ്ട്. ആ ഫംഗ്ഷണൽ കീ F8 ആണ്. F8 ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓർത്തോഗ്രാഫിക് മോഡ് ഓൺ ആവും. ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് ഓർത്തോഗ്രാഫിക് മോഡ് എന്ന് പറയുന്ന ഈ കീ നമ്മൾ യൂസ് ചെയ്യുന്നത്. വരച്ചിരിക്കുന്ന ലൈൻസ് ഇറേസ് ചെയ്യാനായി ഇറേസ് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് എന്റെ കീ പ്രസ് ചെയ്തു. സെലക്ട് ഒബ്ജക്ട്സ് എന്ന പ്രോംപ്റ്റിൽ ഞാൻ എല്ലാ ഒബ്ജക്ട്സും സെലക്ട് ചെയ്തു. അതിനുശേഷം എന്റെ കീ പ്രസ് ചെയ്തു. ഇവിടെ നമ്മൾ വരച്ചിരുന്ന എല്ലാ ഒബ്ജക്റ്റും ഇറേസ് ആയി. അടുത്തതായി സർക്കിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 രീതികളാണ് CAD-ലുള്ളത്. ഡ്രോ എന്ന മെനുവിൽ നിന്നും സർക്കിൾ എന്ന ഓപ്ഷനിലേക്ക് വരാം. അതല്ല, ടൂൾ ബാറിൽ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൽ ക്ലിക്ക് ചെയ്താൽ സർക്കിൾ കമാൻഡ് ആക്റ്റീവ് ആവും. അതും അല്ലെങ്കിൽ കമാൻഡ് ലൈനിൽ സർക്കിൾ എന്ന് ടൈപ്പ് ചെയ്യുക. സർക്കിൾ എന്ന കമാൻഡിന്റെ ഷോർട്ട് കീ C എന്നാണ്. C എന്ന് ടൈപ്പ് ചെയ്താലും സർക്കിൾ നമുക്ക് ആക്റ്റീവ് ആക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെന്റർ പോയിന്റ് ഫോർ സർക്കിൾ എന്നാണ്. ഞാൻ ഈ സ്ക്രീനിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തു. അവിടെ ആ പോയിന്റ് സെന്റർ ആക്കിക്കൊണ്ടാണ് സർക്കിൾ വരുന്നത്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് റേഡിയസ് ഓഫ് സർക്കിൾ എന്നാണ്. ഈ റേഡിയസ് ഓഫ് സർക്കിൾ എന്നത് എനിക്ക് സ്ക്രീനിൽ തന്നെ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. അതല്ല, സ്പെസിഫൈഡ് ആയിട്ട് ഒരു വാല്യൂ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ വാല്യൂ കൊടുക്കുകയാണ്. 10 എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കുക, റേഡിയസ് ഓഫ് സർക്കിൾ എന്നത് 10 ആണ്. ഇതുപോലെ തന്നെ ഞാൻ ഡ്രോ കമാൻഡിൽ നിന്നും വരികയാണെങ്കിൽ എനിക്ക് സർക്കിളിൽ ഫസ്റ്റ് ഓപ്ഷനാണ് സെന്റർ റേഡിയസ് ഓപ്ഷൻ, അതായത് നമ്മൾ ഇപ്പോൾ ചെയ്ത ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്നത് സെന്റർ ഡയമീറ്റർ എന്ന ഓപ്ഷനാണ്. ഇത് ഞാൻ സെന്റർ പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം റേഡിയസ് ഓഫ് സർക്കിളിന് പകരം ഇവിടെ പറയുന്നത് ഡയമീറ്റർ ഓഫ് സർക്കിൾ ആണ്. അപ്പോൾ ഞാൻ 10 എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഡയമീറ്റർ ആയിരിക്കും. ഈ 2 സർക്കിൾസും നമ്മൾ വരച്ചു കഴിഞ്ഞു. സർക്കിൾ എന്നതിൽ ഡയമീറ്ററും അതുപോലെ തന്നെ റേഡിയസും ആയി കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഡ്രോ എന്ന ടൂൾ ബാറിൽ സർക്കിളിൽ മൂന്നാമത്തെ ഓപ്ഷൻ 2 പോയിന്റ് ഓപ്ഷൻ. 2 പോയിന്റ് ഓപ്ഷൻ എന്നത് ഇവിടെ ഞാൻ 2 ലൈൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ലൈൻ അതുപോലെ തന്നെ സെക്കൻഡ് ലൈൻ. ഈ 2 ലൈൻസിന്റെയും എൻ പോയിന്റുകളിൽ കൂടെ, ഈ എൻ പോയിന്റും ഈ എൻ പോയിന്റിൽ കൂടെ എനിക്ക് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. അതിനായി ഞാൻ ഡ്രോ എന്നതിൽ സർക്കിൾ 2 പോയിന്റ്സ് എന്നതെടുക്കുന്നു. അതിനുശേഷം ഫസ്റ്റ് എൻ പോയിന്റ് ആയി ഈ എൻ പോയിന്റും സെക്കൻഡ് എൻ പോയിന്റ് ആയി ഈ എൻ പോയിന്റും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ 2 എൻ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനായാണ് ഡ്രോ എന്നതിൽ സർക്കിളിൽ 2 പോയിന്റ് മെത്തേഡ്. അതിനുശേഷം ഉള്ള 3 പോയിന്റ് മെത്തേഡ് എന്നത് ഈ സർക്കിൾ ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തു. ഒരു ലൈൻ കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ 3 എൻ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സർക്കിൾ 3 പോയിന്റ്സ് എന്നെടുക്കുക. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, ദെൻ തേർഡ് പോയിന്റ്. ഇപ്പോൾ 3 പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. സർക്കിൾ ടാൻ റേഡിയസ് എന്ന ഓപ്ഷൻ, ടാൻജന്റ് റേഡിയസ് എന്ന ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ 2 സർക്കിൾസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഞാനൊരു സർക്കിൾ വരച്ചു. അപ്പോൾ 2 സർക്കിൾസ് ഇവിടെ ഉണ്ട്. ഈ 2 സർക്കിൾസിന്റെ ഏതെങ്കിലും ടാൻജന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. ആ സർക്കിളിന് സ്പെസിഫൈഡ് ആയിട്ട് ഒരു റേഡിയസ് വാല്യൂ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഉള്ളൊരു ഓപ്ഷനാണ് ഡ്രോയിൽ സർക്കിൾ ടാൻ റേഡിയസ് എന്ന ഓപ്ഷൻ. ഫസ്റ്റ് ടാൻജന്റ് പോയിന്റ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു, സെക്കൻഡ് ടാൻജന്റ് പോയിന്റ് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് ചോദിക്കുമ്പോൾ 5 എന്ന് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ഒരു സർക്കിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ക്രിയേറ്റ് ആയ സർക്കിൾ ഈ 2 സർക്കിൾസിന്റെ ഏതെങ്കിലും ഒരു ടാൻജന്റ് പോയിന്റിലൂടെ ആയിരിക്കും പാസ് ചെയ്തിട്ടുണ്ടാവുക. മാത്രമല്ല, നമ്മൾ കൊടുത്ത റേഡിയസ് 5 എന്ന റേഡിയസ് ആണ് ഈ സർക്കിൾ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അതിനുശേഷം അടുത്ത ഓപ്ഷൻ ടാൻ എന്ന ഓപ്ഷനാണ്. ടാൻജന്റ് 3 സർക്കിൾസിന്റെ ടാൻജന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ ഫസ്റ്റ് സർക്കിൾ, സെക്കൻഡ് സർക്കിൾ, തേർഡ് സർക്കിൾ അങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. ആ 3 സർക്കിൾസിൽ കൂടെ പാസ് ചെയ്യുന്ന
ഒരു സർക്കിൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തു. ആർക്ക് ക്രിയേറ്റ് ചെയ്യാനായി ഡ്രോ എന്ന ഓപ്ഷനിൽ ആർക്കിൽ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ 3 പോയിന്റ് ഓപ്ഷൻ ആണ്. ഒരു 3 പോയിന്റ് ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ഞാൻ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ ഞാൻ 3 ലൈൻസ് ക്രിയേറ്റ് ചെയ്തു. ഈ 3 ലൈൻസിന്റെയും എൻഡ് പോയിന്റിലൂടെയാണ് എനിക്ക് ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്കിൽ ഞാൻ ഡ്രോ ആർക്ക് 3 പോയിന്റ്സ് എന്ന ഓപ്ഷൻ എടുക്കുന്നു. ഫസ്റ്റ് എൻഡ് പോയിന്റ് ആയിട്ട് ഈ ഒരു എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. സെക്കൻഡ് എൻഡ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. തേർഡ് എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഈ 3 എൻഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനാണ് ഡ്രോ ആർക്ക് എന്നതിൽ 3 പോയിന്റ് മെത്തേഡ്. 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായി കാണുന്നത് സ്റ്റാർട്ട് സെന്റർ എൻഡ് എന്ന ഓപ്ഷനാണ്. സ്റ്റാർട്ട് സെന്റർ എൻഡ് എന്ന ഓപ്ഷൻ ഈ 3 പോയിന്റ്സിൽ ഫസ്റ്റ് പോയിന്റ് സ്റ്റാർട്ട് പോയിന്റ് ആയിരിക്കും, സെക്കൻഡ് പോയിന്റ് സെന്റർ പോയിന്റ് ആയിരിക്കും, തേർഡ് പോയിന്റ് എൻഡ് പോയിന്റ് ആയിരിക്കും. ഈ ഒരു ഡ്രോയിങ് ഞാൻ ഇറേസ് ചെയ്തു. അതിനുശേഷം ഡ്രോ ആർക്ക് സ്റ്റാർട്ട് സെന്റർ എൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അടുത്ത പോയിന്റ് സെന്റർ പോയിന്റ് ആണ്, ക്ലിക്ക് ചെയ്തു. ഇനി വരുന്നത് ഒരു ആർക്കാണ്. ആ ആർക്കിൽ എൻഡ് പോയിന്റ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഏത് എൻഡ് പോയിന്റ് വേണമെങ്കിലും എനിക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വന്നേക്കുന്നത് സ്റ്റാർട്ട് സെന്റർ എൻഡ് എന്ന ഓപ്ഷൻ ആണ്. ഇതുപോലെ തന്നെ സ്റ്റാർട്ട് സെന്റർ എൻഡ് എന്ന ഓപ്ഷൻ, അതിനുശേഷം സ്റ്റാർട്ട് സെന്റർ ആംഗിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് സ്റ്റാർട്ട് പോയിന്റ് ആണ്, സെക്കൻഡ് പോയിന്റ് അടുത്തത് ചോദിക്കുന്നത് ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ ആണ്. അതെനിക്ക് സ്ക്രീനിൽ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. അതല്ല ഇനി ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ 60 എന്ന് ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ആർക്കിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ 60 ആയിരിക്കും. അടുത്ത ഓപ്ഷനിലേക്ക് പോവുകയാണ്. സ്റ്റാർട്ട് സെന്റർ ലെങ്ത് എന്നത് ഫസ്റ്റ് പോയിന്റ് സ്റ്റാർട്ട് പോയിന്റ് ആയിരിക്കും, സെക്കൻഡ് പോയിന്റ് സെന്റർ പോയിന്റ് ആയിരിക്കും. ഇനി കൊടുക്കുന്നത് ലെങ്ത് ഓഫ് ആർക്ക്. ലെങ്ത് ഓഫ് ആർക്ക് എന്നത് കോഡ് എന്ന രീതിയിൽ കൊടുക്കാം. അത് എനിക്ക് എങ്ങനെ വേണമെങ്കിൽ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാം. അതിനനുസരിച്ച് ഇവിടെ ആർക്ക് വലുതായി വരുന്നുണ്ട്. അതല്ല ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ടൈപ്പ് ചെയ്തും കൊടുക്കാം. ഇവിടെ ആർക്ക് വന്നു. ഡ്രോ എന്നതിൽ ആർക്കിൽ അടുത്ത ഓപ്ഷൻ സ്റ്റാർട്ട് എൻഡ് ആംഗിൾ എന്ന ഓപ്ഷൻ. ഫസ്റ്റ് പോയിന്റ് സ്റ്റാർട്ട് പോയിന്റ് ആണ്, സെക്കൻഡ് പോയിന്റ് കൊടുക്കുന്നത് എൻഡ് പോയിന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത ഓപ്ഷൻ ഇൻക്ലൂഡഡ് ആംഗിൾ. എത്രയാണ് അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന്. ഇവിടെ ഞാൻ ഇൻക്ലൂഡഡ് ആംഗിൾ ആയിട്ട് എനിക്ക് എത്ര വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ 45 എന്ന് കൊടുക്കുകയാണ്. 45 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ആർക്കിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും സെന്ററും കൂടി കണക്ട് ചെയ്തൊരു 2 ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലെ ആംഗിൾ 45 ആയിരിക്കും. അടുത്ത ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഡ്രോ എന്നതിൽ ആർക്ക് സ്റ്റാർട്ട് എൻഡ് ഡയറക്ഷൻ. ഫസ്റ്റ് പോയിന്റ് സ്റ്റാർട്ട് പോയിന്റ് ആണ്, സെക്കൻഡ് പോയിന്റ് എൻഡ് പോയിന്റ് ആണ്. അതിനുശേഷം എനിക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ കാണിച്ചു കൊടുക്കാം. ആ ഡയറക്ഷനിലേക്ക് ആണ് ആർക്ക് ക്രിയേറ്റ് ആവുക. ആർക്കിൽ സ്റ്റാർട്ട് എൻഡ് റേഡിയസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് സ്റ്റാർട്ട് പോയിന്റ് ആണ്, സെക്കൻഡ് പോയിന്റ് എൻഡ് പോയിന്റ് ആണ്. ഇനി കൊടുക്കുന്നത് റേഡിയസ് ഓഫ് ആർക്ക്. എത്ര റേഡിയസിലാണോ വേണ്ടത് ആ റേഡിയസ് നമുക്ക് സ്ക്രീനിൽ കൊടുക്കാം. അതല്ല ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ആ റേഡിയസിൽ ആർക്ക് ക്രിയേറ്റ് ആവും. ഈ 2 ആർക്കുകളും ഞാൻ ഇറേസ് ചെയ്തു. അതിനുശേഷം അടുത്ത ഓപ്ഷൻ സ്റ്റാർട്ട് സെന്റർ സ്റ്റാർട്ട് എൻഡ് എന്നാണ് ഓപ്ഷൻ. ഈ ഓപ്ഷൻ എന്നത് നേരത്തെ നമ്മൾ നോക്കിയ ഓപ്ഷൻ തന്നെയാണ്. അത് ആ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സെന്റർ സ്റ്റാർട്ട് എൻഡ് എന്ന രീതിയിലായിരിക്കും വരിക. ഫസ്റ്റ് പോയിന്റ് സെന്റർ, പിന്നെ സ്റ്റാർട്ട്, പിന്നെ എൻഡ്, അങ്ങനെ ഉള്ള രീതി. അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. സെന്റർ സ്റ്റാർട്ട് ആംഗിൾ. അത് ഫസ്റ്റ് പോയിന്റ് സെന്റർ, ഇനി സ്റ്റാർട്ട്, ഇനി ഒരു ഡയറക്ഷൻ ആംഗിൾ. എത്രയാണ് ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ ആ ആംഗിൾ കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആർക്കിലെ അടുത്ത ഓപ്ഷനിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് ഓപ്ഷൻ സെന്റർ സ്റ്റാർട്ട് ലെങ്ത് എന്ന ഓപ്ഷൻ. ഫസ്റ്റ് സെന്റർ, പിന്നെ സ്റ്റാർട്ട്, ഇനി ലെങ്ത്. എത്ര ലെങ്ത്തിലാണോ വേണ്ടത് ആ ലെങ്ത്തിൽ കാണിച്ചു കൊടുത്താൽ മതി. ആ ലെങ്ത്തിന് അനുസരിച്ച് കോഡ് ലെങ്ത്തിനനുസരിച്ച് വരും. ആർക്ക് ക്രിയേറ്റ് ആവും. ഈ ആർക്കുകളെല്ലാം ഞാൻ ഇറേസ് ചെയ്തു. അതിനുശേഷം ഒരു ലൈൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു.
ഈ ലൈൻ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം എനിക്കിനി അവിടെ നിന്ന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആർക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആർക്ക് കണ്ടിന്യൂ എന്ന ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ സെക്കൻഡ് പോയിന്റ് മാത്രം കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആർക്ക് എന്നത് ഒരു പോയിന്റിൽ നിന്നും ലാസ്റ്റ് ഒരു പോയിന്റിൽ നിന്നും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് പോയിന്റിൽ നിന്നും എനിക്കൊരു ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഒബ്ജക്ട് സ്നാപ്പ് എന്നൊരു ടാബ് ഉണ്ട്. 5th ടാബാണത്. അതിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിലേക്ക് പോവാം. അതിന്റെ സെറ്റിംഗ്സിൽ ഞാൻ ആദ്യം എൻഡ് പോയിന്റ് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടു. ഒബ്ജക്ട് സ്നാപ്പ് മോഡ്സ് ആണ്. അതിൽ എൻഡ് പോയിന്റ് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. അത് ചെക്ക് ചെയ്തിട്ടു ഓക്കെ എന്ന് കൊടുത്തു. ഇനി ഞാൻ ഒരു കമാൻഡ് ആക്റ്റീവ് ആവുമ്പോൾ, ഒരു ലൈൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമാൻഡ് ആക്റ്റീവ് ആവുമ്പോൾ ഒരു എൻഡ് പോയിന്റ് എനിക്ക് ഇവിടെ ഈ ലൈനിനുണ്ട്. അപ്പൊ ഈ എൻഡ് പോയിന്റ് അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും അത് എൻഡ് പോയിന്റ് ആണ് എന്ന്. അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ ഒരു പോയിന്റിൽ നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്താൽ അത് ലൈൻ സ്റ്റാർട്ട് ചെയ്യുക ആ എൻഡ് പോയിന്റിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ അടുത്ത ടാബ്, ആ ഒരു ഇതിലെ അടുത്ത ടാബ് നോക്കുക, മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് ചെക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മിഡ് പോയിന്റ് ആയിരിക്കും ഇവിടെ കാണിക്കുക. ഇപ്പോൾ മിഡ് പോയിന്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്ട് സ്നാപ്പിൽ ഞാൻ മിഡ് പോയിന്റ് മാത്രമല്ല എൻഡ് പോയിന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻഡ് പോയിന്റ് എന്ന ഓപ്ഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എൻഡ് പോയിന്റിന് അടുത്തേക്ക് വരുമ്പോൾ ആ എൻഡ് പോയിന്റും കൂടി നമുക്ക് കാണിച്ചു തരും. ഇതുപോലെ തന്നെ അതിൽ നമുക്ക് അടുത്തായിട്ട് കാണാവുന്നത് സെന്റർ എന്നതാണ്. ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ സെന്റർ ഇതുപോലെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരും. ഇന്റർസെക്ഷൻ പോയിന്റ് ഉണ്ടെങ്കിൽ ഇന്റർസെക്ഷൻ എന്നുള്ളത് ഓൺ ചെയ്തിടുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് ഒരു ലൈൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഇന്റർസെക്ഷൻ ഉണ്ട്. ഇനി ഒരു ലൈൻ ആക്റ്റീവ് ആക്കി ഇപ്പോൾ കാണാൻ പറ്റും ഇന്റർസെക്ഷൻ എന്നിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തത് നോക്കുക, ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് എനിക്കൊരു ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണമെങ്കിൽ പെർപെൻഡിക്കുലർ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടു. അതിനുശേഷം ഞാനൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ പെർപെൻഡിക്കുലർ പോയിന്റ് എവിടെയാണോ ആ പോയിന്റ് കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ രണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ആയിരിക്കും. അതുപോലെ തന്നെ ഒബ്ജക്ട് സ്നാപ്പിലെ അടുത്ത ഒരു ഓപ്ഷൻ എന്നത് നിയറസ്റ്റ് എന്നതാണ്. നിയറസ്റ്റ് എന്ന പോയിന്റ് നമ്മൾ എവിടെയാണോ കഴ്സർ വെച്ചേക്കുന്നത് അതിന് നിയർ ആയിട്ടുള്ള പോയിന്റ് കാണിക്കും. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ പാരലൽ എന്ന ഓപ്ഷനാണ്. പാരലൽ എന്ന ഓപ്ഷൻ ഞാൻ ചെക്ക് ചെയ്തിടുകയാണെങ്കിൽ എനിക്ക് ഏത് ലൈനിനും പാരലൽ ആയിട്ട് ലൈൻസ് വരയ്ക്കാം. ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ എന്നൊരു ഓപ്ഷൻ കാണിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നിയറസ്റ്റ് ഓൺ ആയതുകൊണ്ട് എല്ലാ പോയിന്റും നിയറസ്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ പാരലലും കാണിക്കുന്നുണ്ട്, പക്ഷെ നിയറസ്റ്റ് എന്ന ഇത് ഓൺ ആണ്. നമുക്ക് നിയറസ്റ്റ് എന്നത് അൺചെക്ക് ചെയ്യാം. എല്ലാം ഓൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഒരു ടാബ് ആയിരിക്കും നമുക്ക് കാണിച്ചു തരിക. ഇപ്പൊ പാരലൽ എന്ന് മാത്രം ഓൺ ചെയ്തിടുകയാണെങ്കിൽ എനിക്ക് ഇവിടെ പാരലൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ടെമ്പററി ലൈൻ കാണിക്കും. ആ ലൈനിൽ വരച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കും. കുറച്ച് ലൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫയൽ എനിക്ക് സേവ് ചെയ്യണം എങ്കിൽ ഫയൽ എന്ന ഓപ്ഷനിലേക്ക് പോവുക, സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നത് ഈ സേവ് ഇൻ എന്ന ഓപ്ഷൻ കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ ഡ്രൈവിലാണ് സേവ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഡ്രൈവിൽ കാണിച്ചു കൊടുക്കുക. അതിനുശേഷം ഫയൽ നെയിം എന്നത് ഏത് നെയിമിലാണ് ആ ഫയൽ സ്റ്റോർ ചെയ്യേണ്ടത്. ഇപ്പോൾ 01 എന്ന പേരിലാണെങ്കിൽ 01 എന്നിട്ടുകൊണ്ട് സേവ് എന്ന് പറയുകയാണെങ്കിൽ അത് സേവ് ആവുക ഈ ഡ്രൈവിലാണ്. ഇവിടെ ന്യൂ ഫോൾഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിന് പുറത്തായിരിക്കും അത് സേവ് ആവുക. സേവ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഡ്രൈവിൽ അത് സേവ് ആവും. ഇനി ഞാൻ ഈ ഡ്രോയിങ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഫയലിൽ ആ ഒരു ഡ്രോയിങ് ഓപ്പൺ ചെയ്യാനായി ഓപ്പൺ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ഡ്രൈവ് ഇയിൽ 01 എന്ന പേരിലെ ഡ്രോയിങ് കാണുന്നുണ്ട്. അത് സെലക്ട് ചെയ്തതിനു ശേഷം ഓപ്പൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ഡ്രോയിങ് എനിക്ക് ഓപ്പൺ ആയി കിട്ടി. ഇനി ഇവിടെ ഞാൻ ഇത് ക്ലോസ് ചെയ്യുകയാണ്. എനിക്ക് ഇനി വേണ്ടത് പുതിയ ഒരു ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ പുതിയ ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫയലാണ് വേണ്ടത് എങ്കിൽ ഫയൽ എന്നതിൽ ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറെ ടെംപ്ലേറ്റ്സ് ആണ് കാണിക്കുന്നത്.
ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് ഞാൻ ലോഡ് ചെയ്യുക. ഇപ്പോൾ ACAD എന്ന ടെംപ്ലേറ്റ് ഞാൻ ആദ്യം ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു സെറ്റിംഗ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിനായി ടൂൾസ് എന്ന ബാറിൽ നിന്നും ഓപ്ഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓപ്ഷൻസ് ഈ ടാബുകളിൽ സിസ്റ്റം എന്നതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ സ്റ്റാർട്ട് അപ്പ് എന്ന ഒരു മെസ്സേജ് ഉണ്ട്. അവിടെ ഡു നോട്ട് ഷോ സ്റ്റാർട്ടപ്പ് ഡയലോഗ് എന്നാണ്. അത് ചേഞ്ച് ചെയ്തുകൊണ്ട് ഷോ സ്റ്റാർട്ടപ്പ് ഡയലോഗ് ബോക്സ് എന്നാക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്യുക, ഓക്കെ ചെയ്യുക. ഇനി ഞാൻ ഈ ഫയൽ ക്ലോസ് ചെയ്ത് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് സ്റ്റാർട്ട് അപ്പ് ഡയലോഗ് ബോക്സ് എന്ന രീതിയിൽ ക്രിയേറ്റ് ന്യൂ ഡ്രോയിങ് എന്ന് പറഞ്ഞ് ഡ്രാഫ്റ്റ് സെറ്റിംഗ്സിൽ അതുപോലെ തന്നെ ഇമ്പീരിയൽ ആയിട്ടും മെട്രിക് ആയിട്ടുമുള്ള രണ്ട് സെറ്റിംഗ്സ് കാണിക്കും. അത് ഏത് സെറ്റിംഗ്സ് വേണമെങ്കിലും എനിക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഏതെങ്കിലും ഒരു ഷീറ്റ് ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷീറ്റ് ഓപ്പൺ ആവും. ഇവിടെ ഉള്ള ഒരു ഡ്രോയിങ് വളരെ സൂം ഔട്ടായിട്ടാണ് ഇപ്പൊ നമുക്ക് കാണുന്നത്. നമുക്ക് ഒന്നും കൂടി സൂം ഇൻ ചെയ്യണമെങ്കിൽ സ്ക്രോൾ മൗസിന്റെ ഏറ്റവും മിഡിൽ ബട്ടൺ സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ സൂം എന്ന കമാൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കമാൻഡിൽ സൂം എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റെ കീ പ്രസ് ചെയ്യുക. സൂം ഓൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ ALL എന്ന് കൊടുക്കുകയാണെങ്കിൽ അവിടെ ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. അതിനനുസരിച്ചാണ് സൂമിൻ മാറുന്നത്. സൂമിൽ തന്നെ ഒരു കമാൻഡ് ഉണ്ട്, സൂം എക്സ്റ്റെൻഡ് എന്ന കമാൻഡ്. സൂം എന്റർ ചെയ്തു. അതിനുശേഷം ഫോർ എക്സ്റ്റെൻഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഡ്രോയിങ് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് സ്ക്രീനിലേക്ക് കാണാവുന്നതാണ്. സൂം എന്ന് ടൈപ്പ് ചെയ്തു, എന്റെ കീ പ്രസ് ചെയ്തു. അടുത്ത ആയിട്ടുള്ള ഒരു വിൻഡോ എന്ന് പറയുന്ന ഓപ്ഷൻ W എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വിൻഡോ കാണിച്ചു കൊടുക്കാം. ആ വിൻഡോ സൂം ചെയ്ത് വരും. അതിനുശേഷം എനിക്ക് പ്രീവിയസ് സൂമിലേക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ വിൻഡോ ആണ് കാണിച്ചു കൊടുത്ത് അതിന് മുന്നത്തെ സൂമിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സൂം എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം പ്രീവിയസിന് വേണ്ടി P എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് സൂമിലേക്ക് അത് എത്തും. അതുപോലെ തന്നെ സൂമിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ലാസ്റ്റ് ഓപ്ഷൻ. O എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. സെലക്ട് ഒബ്ജക്റ്റ്, എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് മാക്സിമം സ്ക്രീനിലേക്ക് സൂം ചെയ്തിടും. ഞാനിപ്പോ ഈ ലൈനാണ് സെലക്ട് ചെയ്ത് കൊടുത്ത് ഈ ലൈൻ മാക്സിമം സൂം ചെയ്ത് ഇട്ടിട്ടുണ്ട്. സൂം എന്ന് ടൈപ്പ് ചെയ്തു. പ്രീവിയസ് സൂം കിട്ടാൻ വേണ്ടി P എന്ന് ടൈപ്പ് ചെയ്തു. പ്രീവിയസ് ടൈമിലേക്ക് എത്തി നമ്മൾ. ഇതുപോലെ തന്നെ സൂമിൽ ഒരു റിയൽ ടൈം എന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് എന്റർ ചെയ്യുകയാണെങ്കിൽ റിയൽ ടൈം ഓപ്ഷൻ ആണ്. അത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിൽ സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാവുന്നതാണ്. സ്നാപ്പ് ആൻഡ് ഗ്രിഡ് സെറ്റിംഗ്സ് എന്താണ് എന്ന് നോക്കാം. ബട്ടൺ ബാറിലെ ആദ്യത്തെ കീ ആണ് സ്നാപ്പ് മോഡ് എന്ന കീ. ആ കീയിൽ വെച്ചുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. ഇവിടെ രണ്ട് ഫങ്ഷണൽ കീസ് ഉണ്ട്. F9 ആണ് സ്നാപ്പിന്. സ്നാപ്പ് ഓൺ ചെയ്യാനായി F9 പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഗ്രിഡ് ഓൺ ചെയ്യാനായി F7 ആണ് പ്രസ് ചെയ്യേണ്ടത്. സ്നാപ്പ് എക്സ് സ്പേസിംഗ് വൈ സ്പേസിംഗ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 0.5 എന്നാണ് രണ്ടും സ്പേസിംഗ് ഇട്ടേക്കുന്നത്. ഇവിടെ ഞാൻ സ്നാപ്പ് എന്ന കീ ഓൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെ കേഴ്സർ മൂവ് ചെയ്യുമ്പോൾ ഒരു ജമ്പിംഗ് അവിടെ കാണാവുന്നതാണ്. ഇവിടെ സെറ്റിംഗ്സിൽ ഒന്നും കൂടി പോയി നോക്കുക. ഗ്രിഡ് എന്ന് പറയുന്ന സ്പേസിംഗ് ഞാനിവിടെ 1 ആക്കി. എക്സിലെയും വൈയിലെയും സ്പേസിംഗ് ഞാനിവിടെ 1 ആക്കി കൊടുത്തു. അതിനുശേഷം ഗ്രിഡ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്തു. ഇവിടെ കാണുന്ന ഈ ഡോട്ട്സ് ആണ് ഗ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്രിഡ് ഡിസ്പ്ലേ ആവുന്നത് ലിമിറ്റ് ഏരിയയിലാണ്. എന്താണ് ലിമിറ്റ്സ് എന്ന് നോക്കാം. ഒരു ഡ്രോയിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഡ്രോയിങ്ങിന്റെ സൈസ് എന്ന് വെച്ചാൽ എക്സും വൈയിലുമുള്ള സൈസിനനുസരിച്ച് നമ്മുടെ ഡ്രോയിങ് ഷീറ്റിനെ അറേഞ്ച് ചെയ്യുകയാണ് ലിമിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ ലിമിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം
എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കമാൻഡ് ലൈനിൽ കാണുന്നത് സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ എന്നാണ്. ഈ ലോവർ ലെഫ്റ്റ് കോർണർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡ്രോയിങ്ങിന്റെ ഏത് ലെഫ്റ്റ് കോർണർ, ഏറ്റവും ലെഫ്റ്റ് ആയിട്ടുള്ള കോർണർ. ഇപ്പോൾ ഇവിടെ ഗ്രിഡ് ഡിസ്പ്ലേ കാണാവുന്നതാണ്. ഈ ഗ്രിഡ് ഡിസ്പ്ലേയിലെ 00 പോയിന്റ് എന്നത് ഈ XY കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ മീറ്റിംഗ് പോയിന്റ് ആണ്. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്ന് എന്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ അത് തന്നെയായി നിലനിൽക്കും. അതിനുശേഷം അപ്പർ റൈറ്റ് കോർണർ എന്ന് വെച്ചാൽ ഏറ്റവും മുകളിലെ ഈ കോർണർ പോയിന്റ് ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഞാനിവിടെ 12,9 ആണ് ഇപ്പോൾ കിടക്കുന്നത്. ഞാനിവിടെ 15,12 എന്നാക്കുകയാണെങ്കിൽ, ഇങ്ങനെ ആക്കി എന്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഗ്രിഡിൽ വരുന്ന വ്യത്യാസം സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഇവിടെ ഗ്രിഡ് കുറച്ചും കൂടി വലുതായി. അതിന് കാരണം ആ ലിമിറ്റ് ഏരിയ 15,12ലേക്ക് മാറി. സെക്കൻഡ് ലിമിറ്റ് ഏരിയ 15,12ലേക്ക് മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ് വരയ്ക്കേണ്ട സ്ഥലം ഒന്നും കൂടി വലുതായി. അപ്പോൾ എവിടെയാണോ നമ്മൾ ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഏരിയയിലാണ് നമുക്ക് ഗ്രിഡ് ഡിസ്പ്ലേ വരിക. സ്നാപ്പ് ടാബും ഗ്രിഡ് ടാബും ഞാൻ ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഒരു കമാൻഡ് ആക്റ്റീവ് ആക്കി, ലൈൻ എന്ന ഒരു കമാൻഡ് ആക്റ്റീവ് ആക്കി. ഇപ്പോൾ ലൈൻ വരയ്ക്കാനായി എനിക്ക് ഈ ഒരു ഗ്രിഡിൽ നിന്നുകൊണ്ട് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഏതെങ്കിലും ഒരു ഗ്രിഡ് തൊട്ട് വേറൊരു ഗ്രിഡ് വരെ എനിക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അതിനിടയിലുള്ള സ്പേസ് എന്ന് വെച്ചാൽ ഗ്രിഡ് സ്പേസിങ്ങിന് ഇടയിലുള്ള ഈ സ്പേസിലൊന്നും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഗ്രിഡും സ്നാപ്പും യൂസ് ചെയ്യുന്നത്. ഇവിടെ സ്നാപ്പിന്റെ സ്പേസിംഗ്, സ്നാപ്പ് എന്ന് പറയുന്ന ടാബിന്റെ സ്പേസിംഗ്, സ്നാപ്പ് എക്സും വൈയും സ്പേസിംഗ് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്തിടാം. ഇവിടെ ഞാൻ 0.5 എന്ന് ചേഞ്ച് ചെയ്തിടുകയാണെങ്കിൽ എനിക്ക് 0.5 ചേഞ്ച് ചെയ്തിട്ടു. ഇനി ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു 0.5ൽ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇവിടെ അല്ല, അതുകൊണ്ട് ഈ ഗ്രിഡിനിടയിൽ ഒരു പോയിന്റിൽ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സ്നാപ്പും ഗ്രിഡും തമ്മിലുള്ള വ്യത്യാസം. സ്നാപ്പും ഗ്രിഡും നമുക്ക് ചേഞ്ച് ചെയ്തിടുന്നതിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. പോളാർ ട്രാക്കിംഗ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് ലൈൻസ് ആംഗിളിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് നോക്കാം. ഈ ഒരു എൻഡ് പോയിന്റിൽ നിന്നുകൊണ്ട് 45 ആംഗിളിൽ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാനായി പോളാർ ട്രാക്കിംഗ് എന്ന മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. അതിനായി പോളാർ എന്ന കീ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിന്റെ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തു. ഇവിടെ പോളാർ ട്രാക്കിംഗ് സെറ്റിംഗ്സ് നമുക്ക് കാണാവുന്നതാണ്. പോളാർ ആംഗിൾ സെറ്റിംഗ്സ് എന്ന ടേബിളിൽ ഇൻക്രിമെന്റ് ആംഗിൾ എന്നത് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്തിടാം. അത് 45 ആണ് വേണ്ടതെങ്കിൽ 45 എന്ന് ഞാൻ ചേഞ്ച് ചെയ്തിടുന്നു. ഇതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തു. ഓ ട്രാക്ക് എന്ന കീയും അതുപോലെ തന്നെ പോളാർ എന്ന ബട്ടൺ ബാറും ഞാൻ ഓൺ ചെയ്തിടുകയാണ്. അതിനുശേഷം ഇവിടെ 0 ആംഗിളിൽ നിന്നുകൊണ്ട് ഞാൻ കഴ്സർ മൂവ് ചെയ്യിക്കുമ്പോൾ 45 ആംഗിളിൽ എത്തുമ്പോൾ അവിടെ ഒരു ടെമ്പററി ലൈൻ കാണിക്കും. ആ ലൈൻ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ 45 ആംഗിൾ ആയിരിക്കും. അതുപോലെ തന്നെ മൂവ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ കാണിക്കുന്നുണ്ട്. 135 എന്ന ആംഗിൾ ആണ്. ഇത് സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണ്. ദാറ്റ് ഈസ് 180 മൈനസ് 45 എന്ന ആംഗിൾ ആണ്. അതിനുശേഷം താഴേക്ക് വന്നു. ഇവിടെ തേർഡ് ക്വാഡ്രന്റിലും 225, അതുപോലെ തന്നെ ഫോർത്ത് ക്വാഡ്രന്റിൽ 315 എന്ന ആംഗിൾസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇതുപോലെ കാണിക്കാൻ കാരണം ഇവിടെ പോളാർ സെറ്റിംഗ്സിൽ ഇൻക്രിമെന്റ് ആംഗിൾ ആയിട്ട് ഇട്ടതുകൊണ്ടാണ്. ഇനി അഡീഷണൽ ആംഗിൾ ആയിട്ട് നമുക്കൊരു ആംഗിൾ ആഡ് ചെയ്യാം. ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം ന്യൂ എന്ന ടാബ് ആക്റ്റീവായി. ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് കിട്ടും. അവിടെ ഞാൻ 22 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇനി ഈ ഒരു ആംഗിൾ മൂവ് ചെയ്ത് വരുമ്പോൾ 22 ആവുമ്പോൾ അവിടെ ഒരു ടെമ്പററി ലൈൻ കാണിക്കും. ഈ 22 എന്ന ആംഗിൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമേ കാണിക്കുകയുള്ളൂ. കാരണം അത് അഡീഷണൽ ആംഗിൾ ആയിട്ട് ഇട്ടേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ 22 എന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലെ വാല്യൂ ആയിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ പോളാർ സെറ്റിംഗ്സിൽ ഒരു ആംഗിളും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ന്യൂ എന്ന് ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് നമുക്ക് 12 എന്ന് ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് എന്ന കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 22 എന്ന ആംഗിൾ കാണിക്കുന്നില്ല, 12 എന്ന ആംഗിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ.
ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലൈൻ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്തു. ഇവിടെ പ്രോംപ്റ്റിൽ ശ്രദ്ധിക്കുക, കമാൻഡ് പ്രോംപ്റ്റിൽ പറയുന്നത് സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് എന്നാണ്. അതിനർത്ഥം ഒരു പോയിന്റ് നമുക്ക് സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാം. അതല്ലാതെ തന്നെ എനിക്ക് ഒരു പോയിന്റ് വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഞാൻ കൊടുക്കുകയാണ് 2,1 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ 2,1 എന്ന് ഫസ്റ്റ് പോയിന്റ് എന്ന് പ്രോംപ്റ്റിൽ ഞാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്തു. ഇവിടെ 2,1 എന്ന ഒരു പോയിന്റ് ഉണ്ട്. എക്സിൽ 2 ഡിസ്റ്റൻസും അതുപോലെ തന്നെ വൈയിൽ 1 ഡിസ്റ്റൻസുമുള്ള ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ലൈൻ സ്റ്റാർട്ട് ചെയ്തു. അടുത്തതായി പ്രോംപ്റ്റിൽ ചോദിക്കുന്നത് സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് എന്നാണ്. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് 4,6 എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എക്സിൽ 4 ഡിസ്റ്റൻസും വൈ ആക്സിസിൽ 6 ഡിസ്റ്റൻസുമുള്ള അടുത്ത ആ പോയിന്റിലേക്ക് ലൈൻ ട്രാവൽ ചെയ്യും. ഇതുപോലെ തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ലൈൻസ് പോയിന്റ് വാല്യൂസ് കൊടുത്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മെത്തേഡിന് പറയുക അബ്സല്യൂട്ട് മെത്തേഡ് എന്നാണ്. അതിന് കാരണം ഇവിടെ നമ്മൾ കൊടുക്കുന്ന 4,6 അതുപോലെ തന്നെ 2,1 എന്നുള്ള പോയിന്റ്സ് എല്ലാം അബ്സല്യൂട്ട് പോയിന്റ്സ് ആണ്. അതിന്റെ ഒറിജിൻ എന്നുള്ളത് XY കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ മീറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ആ മീറ്റിംഗ് പോയിന്റിനെ 0,0 ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഫസ്റ്റ് എക്സിലെ വാല്യൂ ദെൻ വൈയിലെ വാല്യൂ എന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ വാല്യൂസ് എൻ്റർ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് വെച്ചുകൊണ്ട് നമുക്ക് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നെക്സ്റ്റ് പോയിന്റ് ആണ് ചോദിക്കുന്നത്. ഞാൻ 7,9 എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ 7,9 എന്ന പോയിന്റിലേക്ക് ട്രാവൽ ചെയ്തു. ഒരു എൻ്റർ കൂടി കൊടുക്കുകയാണെങ്കിൽ ആ ലൈൻസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു മെത്തേഡിനെ പറയുക അബ്സല്യൂട്ട് മെത്തേഡ് എന്നാണ്. ഇതിന്റെ ഫോർമാറ്റ് എന്നത് x,y എന്നാണ്. ഫസ്റ്റ് എക്സ് ആക്സിസിലുള്ള വാല്യൂ ദെൻ വൈ ആക്സിസിലുള്ള വാല്യൂ. ലൈൻ എന്ന് ടൈപ്പ് ചെയ്തു, എന്റർ കീ പ്രസ് ചെയ്തു. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ 2,1 എന്ന് തന്നെ വാല്യൂ കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് പോയിന്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് @2,4 എന്ന് കൊടുക്കുകയാണെങ്കിൽ 2,1 എന്നത് ഫസ്റ്റ് പോയിന്റ്. അതിനുശേഷം @2,4 എന്നാണ് ടൈപ്പ് ചെയ്തേക്കുന്നത്. എന്റർ കീ പ്രസ് ചെയ്തു. ഇവിടെ ലൈൻ 2,4 എന്ന വാല്യൂയിലേക്ക് ചെന്നു. ആഡ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ 2,1 എന്ന പോയിന്റിൽ നിന്നും 2xലും അതുപോലെ തന്നെ 4yയിലും ട്രാവൽ ചെയ്യും. അപ്പോൾ ഈ ഒരു മെത്തേഡിനെ പറയാ റിലേറ്റീവ് മെത്തേഡ് എന്നാണ്. റിലേറ്റീവ് ടു ലാസ്റ്റ് പോയിന്റ് നമുക്ക് വാല്യൂസ് കൊടുക്കാം. @2,4 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ 2,1 എന്ന പോയിന്റിനെ 0,0 ആക്കിക്കൊണ്ട് ആ ഒരു പോയിന്റിൽ നിന്നും 2,4 ഡിസ്റ്റൻസ് ഇവിടെ ലൈൻ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഞാൻ @3,3 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 2,4 എവിടെയാണോ ലൈൻ നിൽക്കുന്നത് ആ ഒരു പോയിന്റിൽ നിന്നും 3,3 3xലും 3yയിലും ട്രാവൽ ചെയ്യും. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ലൈൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഈ ഒരു റിലേറ്റീവ് മെത്തേഡ് എന്ന മെത്തേഡിന്റെ ഉപയോഗം വരുന്നത് ചില സമയത്ത് നമുക്ക് എക്സും വൈയിലെയും വാല്യൂസ് അറിയാൻ പറ്റും. പക്ഷെ ആ ഡയറക്റ്റ് വാല്യൂ എന്ന് വെച്ചാൽ എക്സിന്റെ അല്ലെങ്കിൽ വൈയുടെ വാല്യൂ നമുക്ക് അറിയാം. ചില ഡ്രോയിങ്ങുകളിൽ എക്സിന്റെയും വൈന്റെയും വാല്യൂസ് നമുക്കറിയാം. എന്ന് വെച്ചാൽ Δx എത്രയാണ് ട്രാവൽ ചെയ്തത്, അതുപോലെ തന്നെ Δy എത്രയാണ് ട്രാവൽ ചെയ്തത് എന്ന് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. പക്ഷെ ആ ലൈൻസിന്റെ ശരിക്കുള്ള ലൈൻ ലെങ്ത് അറിയാത്തൊരു സമയത്ത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ലൈൻ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് പോയിന്റ് അത് നമുക്ക് അബ്സല്യൂട്ട് മെത്തേഡിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അബ്സല്യൂട്ട് വാല്യൂ തന്നെ അവിടെ കൊടുത്താലേ നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടുള്ളൂ. കാരണം ഫസ്റ്റ് പോയിന്റ് എന്നത് ഒരിക്കലും നമുക്ക് റിലേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിലേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ @3,3 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ 3,3ലേക്ക് ലൈൻ ട്രാവൽ ചെയ്തു, എന്റെ കീ പ്രസ് ചെയ്തു. ഇതുപോലെ നമുക്ക് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡൈനാമിക് ഇൻപുട്ട് അഥവാ പോയിന്റർ ഇൻപുട്ട് എന്ന ഒരു ടാബ് ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ AutoCAD 2006 എന്ന ഒരു സോഫ്റ്റ്വെയറിൽ മാത്രമേ ഈ ഡൈനാമിക് ഇൻപുട്ട് എന്ന ഒരു കീ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഞാൻ ഡൈനാമിക് ഇൻപുട്ട് എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിന്റെ സെറ്റിംഗ്സ് ഓൺ ചെയ്തു. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്.
സെറ്റിംഗ്സ് ആണ്. ഓരോ ഡൈനാമിക്കും അതുപോലെ തന്നെ പോയിന്ററും എന്നുള്ള സെറ്റിംഗ്സ് ആണ്. ഈ ഒരു ഡൈനാമിക് ഇൻപുട്ട് എന്താണ് എന്ന് നോക്കാം. ഡൈനാമിക് ഇൻപുട്ട് എന്ന കീ ഞാൻ ഓൺ ചെയ്തു. ഇവിടെ ഡൈനാമിക് കീ ഓൺ ചെയ്തതിനു ശേഷം ലൈൻ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ അത് കമാൻഡ് ലൈനിലല്ല വരിക, ഡയറക്റ്റ് സ്ക്രീനിലാണ് എനിക്ക് കാണാൻ സാധിക്കുക. LINE എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം എന്റെ കീ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കമാൻഡ് ലൈനിൽ വരുന്ന പ്രോംപ്റ്റുകൾ നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് എന്നത് സ്ക്രീനിൽ ചോദിച്ചു. ഇവിടെ ഞാൻ 2, അതിനുശേഷം കോമ എന്ന ഒരു ഇതിന് പകരം ടാബ് എന്ന കീ ഞാൻ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ 2 എന്ന വാല്യൂ ലോക്കായി. അതിനുശേഷം 3 എന്റെ കീ പ്രസ് ചെയ്തു. ഇവിടെ 2,3ൽ നിന്നുകൊണ്ട് ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ലൈനിന്റെ ലെങ്ത് നമുക്ക് വരയ്ക്കാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ആ ലൈൻ ലെങ്ത് സ്ക്രീനിൽ തന്നെ കാണിക്കും. അപ്പോൾ എനിക്കൊരു 5 ലെങ്ത് ആണ് വരയ്ക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 5 വരെ കൊണ്ടുവന്നുകൊണ്ട് വരയ്ക്കാം. അതുപോലെ തന്നെ ആംഗിളിലാണ് വരയ്ക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് പോളാർ ട്രാക്കിംഗ് എന്ന ഒരു ഇത് ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഡൈനാമിക് ഇൻപുട്ട് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ആംഗിൾസ് കാണാൻ പറ്റും. ആ ആംഗിളിൽ നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ എനിക്ക് 35 എന്ന ആംഗിളിലാണ് വരയ്ക്കേണ്ടതെങ്കിൽ 35ലാണ് ഇപ്പോൾ ലൈൻ നിൽക്കുന്നത്. പോയിന്റ് ചെയ്താൽ മതി, നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്റെ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂയിൽ കിട്ടും. ഇതുപോലെ ഡൈനാമിക് ഇൻപുട്ട് എന്നത് നമ്മൾ ഏതൊരു കമാൻഡ് യൂസ് ചെയ്യുമ്പോഴും ആ ഒരു കമാൻഡ് സ്ക്രീനിൽ ഡയറക്റ്റ് ആയിട്ട് കാണിക്കുകയാണ്. അതുപോലെ തന്നെ അതിന്റെ പ്രോംപ്റ്റും അതുപോലെ തന്നെ ലെങ്ത്തും എല്ലാം നമുക്ക് സ്ക്രീനിൽ തന്നെ കാണിക്കാവുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ ഡൈനാമിക് ഇൻപുട്ടിന്റെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ പോയിന്റർ ഇൻപുട്ട് എന്നത് ഞാൻ അൺചെക്ക് ചെയ്യുകയാണ്. പോയിന്റർ ഇൻപുട്ട് എന്ന് അൺചെക്ക് ചെയ്തു. അങ്ങനെ പോയിന്റർ ഇൻപുട്ട് എന്നത് അൺചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലെങ്ത് മാത്രമേ കാണിക്കുള്ളൂ. എന്ന് വെച്ചാൽ ലൈൻ എന്ന് കൊടുക്കുമ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്നത് നമുക്ക് സ്ക്രീനിൽ ഇല്ലാതായി. അതിന് കാരണം ഞാൻ ആ പോയിന്റർ എന്ന ഒരു ഓപ്ഷൻ അൺചെക്ക് ചെയ്തുകൊണ്ടാണ്. ഒന്നും കൂടി എനേബിൾ പോയിന്റർ ഇൻപുട്ട് എന്നത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ലൈൻ എന്ന് കൊടുക്കുമ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്നത് സ്ക്രീനിൽ തന്നെ എന്നോട് ചോദിക്കും. അതുപോലെ തന്നെ ഈ ഡൈനാമിക് ഇൻപുട്ടിന്റെ സെറ്റിംഗ്സ് എന്ന വാല്യൂയിലേക്ക് പോയി നോക്കാം. ഡൈനാമിക് ഇൻപുട്ടിന്റെ സെറ്റിംഗ്സ് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇവിടെ സെറ്റിംഗ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫോർ സെക്കൻഡ് ഓർ നെക്സ്റ്റ് പോയിന്റ്സ് ഏത് ഒരു ഫോർമാറ്റിലാണ് നെക്സ്റ്റ് പോയിന്റിന്റെ വാല്യൂ ചോദിക്കേണ്ടത് എന്നാണ്. പോളാർ ഫോർമാറ്റ് എന്നിടുകയാണെങ്കിൽ നമുക്ക് ആംഗിൾസ് ചോദിക്കും. കാർട്ടീഷ്യൻ ഫോർമാറ്റ് എന്നിടുകയാണെങ്കിൽ കോർഡിനേറ്റ് വാല്യൂസേ ചോദിക്കുകയുള്ളൂ. അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് റിലേറ്റീവ് കോർഡിനേറ്റ്സും അബ്സല്യൂട്ട് കോർഡിനേറ്റ്സും നേരത്തെ പറഞ്ഞ റിലേറ്റീവും അബ്സല്യൂട്ടും നമുക്ക് ചേഞ്ച് ചെയ്തിടാം. അതുപോലെ തന്നെ വിസിബിലിറ്റി എന്ന ഓപ്ഷനിൽ ഷോ കോർഡിനേറ്റ് ടൂൾ ടിപ്സ് ആസ് സൂൺ ആസ് ഐ ടൈപ്പ് കോർഡിനേറ്റ് ഡാറ്റ, എപ്പോഴാണോ ഞാൻ ഒരു കോർഡിനേറ്റ് ഡാറ്റ ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വിസിബിൾ ആക്കണം. അതുപോലെ തന്നെ വെൻ എ കമാൻഡ് ആസ്ക് ഫോർ എ പ്രോംപ്റ്റ്, ഒരു കമാൻഡ് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കണം. അതല്ല ഓൾവേസ് ഈവൻ വെൻ നോട്ട് ഇൻ കമാൻഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഡൈനാമിക് ഇൻപുട്ട് എന്ന ആ ഒരു ചെറിയ വിൻഡോ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് കാണിച്ചു തരുന്ന ആ ചെറിയ വിൻഡോ എപ്പോഴൊക്കെയാണ് അതിന്റെ വിസിബിലിറ്റി കൺട്രോൾ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 3 ടാബിൽ ഏത് വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്യാം. ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് വിസിബിലിറ്റി കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ഇവിടെ സെറ്റിംഗ്സിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. വെൻ ഗ്രിപ്പ് സ്ട്രെച്ചിങ് ഷോ ഓൺലി 1 ഡയമെൻഷൻ ഇൻപുട്ട് അറ്റ് എ ടൈം എന്ന് ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒറ്റ ഡയമെൻഷൻ മാത്രമേ കാണിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ആംഗിളും അതുപോലെ തന്നെ ലൈൻ ലെങ്ത്തും കാണിച്ചിരുന്നു. ആ ഒരു വ്യത്യാസം അവിടെ കാണിക്കില്ല. ഓൺലി ലൈൻ ലെങ്ത് മാത്രമേ കാണിക്കുകയുള്ളൂ. ഷോ 2 ഡയമെൻഷൻ ഇൻപുട്ട് എന്നാണ് ഇവിടെ ഡിഫോൾട്ട് ആയി കിടന്നിരുന്നത്. അതുകൊണ്ടാണ് ആ 2 ഇതും കാണിച്ചത്. ഷോ 2 ഡയമെൻഷൻ ഇൻപുട്ട് ഫീൽഡ്സ് അറ്റ് എ ടൈം എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ഡയമെൻഷൻ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആംഗിളും അതുപോലെ തന്നെ അതിന്റെ ലൈൻ ലെങ്ത്തും കാണാൻ പറ്റും. ഷോ ദ ഫോളോയിങ് ഡയമെൻഷൻ ഇൻപുട്ട് ഫീൽഡ്സ് സൈമൾട്ടേനിയസ്ലി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓരോരോ വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ആ വാല്യൂസ് നമ്മൾ എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് ഇവിടെ റിസൾട്ടിംഗ് ഡയമെൻഷൻ അതുപോലെ തന്നെ ആംഗിൾ ചേഞ്ച്, ലൈൻ ലെങ്ത്, ആർക്ക് റേഡിയസ് ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രമേ അതെല്ലാം കാണിക്കുകയുള്ളൂ. അതിനുശേഷം ഡ്രാഫ്റ്റിംഗ് ടൂൾ അപ്പിയറൻസ്,
ആ ഒരു ടൂൾ അപ്പിയറൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ ടൂൾ അപ്പിയറൻസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മോഡൽ കളർ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ലേഔട്ടിലേക്കാണെങ്കിൽ ആ ലേഔട്ട് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്, അതിലേക്കുള്ള കളർ ഇവിടെ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ മോഡൽ കളറിൽ നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്തതിനു ശേഷം ആ കളർ നമുക്ക് ഇവിടെ വിസിബിൾ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ടാബിന്റെ സൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാം, വലുപ്പവും ചെറുപ്പവും എല്ലാം ചെറുതാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി, ഇത് ട്രാൻസ്പാരന്റ് ആക്കാം. ഇപ്പോൾ നല്ല ബ്രൈറ്റിലാണെന്ന് കാണുന്നത്, ട്രാൻസ്പാരന്റ് പോലെ ആക്കാം വേണമെങ്കിൽ. ഇതെല്ലാം വരുന്നതാണ് ഡ്രാഫ്റ്റിംഗ് ടൂൾ ടിപ്പ് അപ്പിയറൻസ് എന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഓക്കെ എന്ന് കൊടുത്ത് നമ്മൾ ലൈൻ എടുക്കുന്ന സമയത്ത് ആ ഒരു രീതിയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ 2006-ൽ വന്നിരിക്കുന്ന ഓപ്ഷൻസ് ആണ്. ഡ്രോ എന്ന ടൂൾ ബാറിൽ നിന്നും പോയിന്റ്, സിംഗിൾ പോയിന്റ്, മൾട്ടിപ്പിൾ പോയിന്റ്, അതിലാദ്യം സിംഗിൾ പോയിന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ സ്പെസിഫൈ എ പോയിന്റ് എന്ന് പറഞ്ഞു. ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എനിക്ക് പോയിന്റ് എന്ന കമാൻഡ് തന്നെയാണ് ആക്റ്റീവ് ആക്കേണ്ടത് എങ്കിൽ കമാൻഡ് ലൈനിൽ പോയിന്റ് എന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ വെറുതെ എന്റെ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്ത കമാൻഡ് ആയിരിക്കും ആക്റ്റീവ് ആവുക. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് പോയിന്റ് ആണ്. ഞാൻ എന്റെ കീ പ്രസ് ചെയ്തപ്പോൾ പോയിന്റ് ഒന്നും കൂടി ആക്റ്റീവ് ആയി. ഇനി ലാസ്റ്റ് ചെയ്തിരുന്നത് സർക്കിൾ ആയിരുന്നെങ്കിൽ സർക്കിൾ ആണ് ആക്റ്റീവ് ആവുക. അപ്പോൾ ലാസ്റ്റ് ചെയ്ത കമാൻഡ് ആക്റ്റീവ് ആക്കാനായി ജസ്റ്റ് എന്റർ കീ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇവിടെ 2 പോയിന്റ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രോയിൽ പോയിന്റ് എന്നതിൽ മൾട്ടിപ്പിൾ പോയിന്റ് ആണെങ്കിൽ എനിക്ക് എത്ര പോയിന്റ്സ് വേണമെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു പോവാം. അതിനുശേഷം എന്റെ കീ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു കമാൻഡിൽ നിന്നും എക്സിറ്റ് ആവുകയുള്ളൂ. ഇവിടെ കുറച്ച് പോയിന്റ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡോട്ട്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ ഒരു പോയിന്റിന്റെ സ്റ്റൈൽ അല്ലാതെ പോയിന്റ് സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫോർമാറ്റ് എന്ന മെനുവിൽ നിന്നും പോയിന്റ് സ്റ്റൈൽ എന്ന ഓപ്ഷനിലേക്ക് ഞാൻ എത്തി. പോയിന്റ് സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ പോയിന്റ് സ്റ്റൈൽസ് കുറെ സ്റ്റൈൽസ് കാണിച്ചിട്ടുണ്ട്. ഏത് സ്റ്റൈലാണ് വേണ്ടത് എങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ എല്ലാ പോയിന്റ്സും ആ സ്റ്റൈലിലേക്ക് മാറും. ഇവിടെ ഫോർമാറ്റിൽ ഉള്ള പോയിന്റ് സ്റ്റൈലിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഏത് സ്റ്റൈലാണോ നമുക്ക് ആവശ്യമുള്ളത് ആ സ്റ്റൈൽ സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ആ സ്ക്രീനിലുള്ള എല്ലാ പോയിന്റ്സും ആ സ്റ്റൈലിലേക്ക് ചേഞ്ച് ആവും. ഇവിടെ പോയിന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ഓപ്ഷനാണ്. ആ ഒരു പോയിന്റ് സ്റ്റൈൽ നമ്മൾ ഏതാണോ അവിടെ ഡിഫോൾട്ട് ആയിട്ട് ഇട്ടേക്കുന്നത് ആ ഒരു രീതിയിലെ പോയിന്റ്സ് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഡ്രോ എന്ന കമാൻഡ് ലൈനിൽ നിന്നും റേ എന്ന് പറയുന്ന കമാൻഡ് എന്താണ് എന്ന് നോക്കാം. റേ എന്ന് പറയുന്നത് സ്റ്റാർട്ട് പോയിന്റും ത്രൂ പോയിന്റും നെക്സ്റ്റ് പോയിന്റും ആ നെക്സ്റ്റ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു എൻലെസ് ലൈനെയാണ് നമ്മൾ ഒരു റേ എന്ന് പറയുക. എന്ന് വെച്ചാൽ സ്റ്റാർട്ട് പോയിന്റും ഒരു ത്രൂ പോയിന്റും മാത്രമേ നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു എൻഡ് എന്ന് പറയുന്നത് എൻലെസ് ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാനാണ് നമുക്ക് റേ എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തേക്കുന്നത്. ഇത് ഒരു റേ ആണ്. ഈ റേ ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഡ്രോ എന്ന പുൾ ഡൗൺ മെനുവിൽ നിന്നും കൺസ്ട്രക്ഷൻ ലൈൻ എന്താണ് എന്ന് നോക്കാം. കൺസ്ട്രക്ഷൻ ലൈൻ ഫസ്റ്റ് ഒരു പോയിന്റും സെക്കൻഡ് ഒരു പോയിന്റും ചോദിക്കുകയുള്ളൂ. ആ 2 പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു എൻലെസ് ആയിട്ട് രണ്ട് എൻഡിലും എൻലെസ് ആയിട്ടുള്ള ഒരു ലൈനാണ്. നമ്മൾ എത്ര സൂം ഇൻ ചെയ്താലും സൂം ഔട്ട് ചെയ്താലും ആ 2 എൻഡ്സ് നമുക്ക് എൻലെസ് ആയിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഒരു റേയും ഒരു കൺസ്ട്രക്ഷൻ ലൈനും ക്രിയേറ്റ് ചെയ്യാം. ഡ്രോ എന്ന കമാൻഡ് ലൈനിൽ അടുത്ത ഒരു ഓപ്ഷനിലേക്ക് പോവുകയാണ്. പോളി ലൈൻ എന്താണ് എന്ന് നോക്കാം. ഒരു ലൈനും പോളി ലൈനും തമ്മിലുള്ള വ്യത്യാസം. പോളി ലൈൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ഞാൻ എൻ്റർ ചെയ്തു, സെക്കൻഡ് പോയിന്റ് എൻ്റർ ചെയ്തു. അതുപോലെ തന്നെ തേർഡ് പോയിന്റ് എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും തമ്മിലാണ് ഒരു ലൈൻ ക്രിയേറ്റ് ആവുക. തേർഡ് പോയിന്റും ഫോർത്ത് പോയിന്റും എന്ന് വെച്ചാൽ ഒരു 2 ലൈൻസ് ക്രിയേറ്റ് ചെയ്യണം എങ്കിൽ ഫസ്റ്റ് ഒരു പോയിന്റും സെക്കൻഡ് പോയിന്റും ഞാൻ കൊടുത്തു. അതിനുശേഷം സെക്കൻഡ് പോയിന്റും തേർഡ് പോയിന്റും തമ്മിലുള്ള ഒരു ലൈനും ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ 2 ലൈൻസും 2 എൻറ്റിറ്റീസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിന്റ് ടു സെക്കൻഡ് പോയിന്റ് ആയിരിക്കും ലൈനിൽ ഒരു എൻറ്റിറ്റി. ഇവിടെ ഞാൻ പോളി ലൈൻ എടുക്കുകയാണെങ്കിൽ പോളി ലൈൻ എടുത്തുകൊണ്ട് ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആ
ഒരു എൻറ്റിറ്റി സെലക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാം സിംഗിൾ എൻറ്റിറ്റി ആയിരിക്കും. എന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിന്റ് ടു ലാസ്റ്റ് പോയിന്റ് ആയിരിക്കും ഒരു സിംഗിൾ എൻറ്റിറ്റി. അപ്പൊ പോളിലൈനും ലൈനും തമ്മിലുള്ള വ്യത്യാസം, ലൈൻ എന്നത് ഫസ്റ്റ് പോയിന്റ് ടു സെക്കൻഡ് പോയിന്റ് ഒരു ലൈൻ ക്രിയേറ്റ് ആവും, സെക്കൻഡ് പോയിന്റ് ടു തേർഡ് പോയിന്റ് വേറെ ലൈനാണ് ക്രിയേറ്റ് ആവുക. പോളിലൈനിന്റെ കേസിൽ നമ്മൾ എത്ര പോയിന്റ് ഇട്ട് കൊടുത്താലും ആ ഒരു ഫസ്റ്റ് പോയിന്റ് ടു ലാസ്റ്റ് പോയിന്റ് വരെ നമുക്കൊരു പോളിലൈൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രോ എന്ന കമാൻഡ് ലൈനിൽ അടുത്ത പോളിഗൺ എന്ന ഓപ്ഷനിലേക്ക് വരാം. ഇവിടെ വരച്ചിരിക്കുന്ന പോളിലൈൻ ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഡ്രോ എന്ന് പറയുന്ന കമാൻഡ് ലൈനിൽ പോളിഗൺ എന്താണ് എന്ന് നോക്കാം. പോളിഗൺ എന്താണ് എന്ന് നോക്കുന്നതിന് മുന്നേ ഞാൻ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം 5 എന്ന റേഡിയസിൽ ഞാൻ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഈ 5 എന്ന് പറയുന്ന ഒരു റേഡിയസിലാണ് ഈ സർക്കിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്നാപ്പ് പോയിന്റ് ഓൺ ചെയ്തിട്ടു. ഇവിടെ ഡ്രോ എന്ന് പറയുന്ന നിന്നും പോളിഗൺ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കിട്ടാനായി പോളിഗൺ എന്നത് ക്ലിക്ക് ചെയ്തു. ഇവിടെ പറയുന്നത് എന്റർ നമ്പർ ഓഫ് സൈഡ്സ് എന്നാണ്. പോളിഗൺ എന്ന് ഉദ്ദേശിക്കുന്നത് 2ൽ കൂടുതൽ സൈഡ്സ് ഉള്ള ഒരു ഒബ്ജക്ട് എന്നാണ്. അപ്പോൾ ഞാനിവിടെ 6 എന്ന് നമ്പർ ഓഫ് സൈഡ്സ് കൊടുത്തു. അതിനുശേഷം എന്റെ കീ പ്രസ് ചെയ്തു. സ്പെസിഫൈ സെന്റർ ഓഫ് പോളിഗൺ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ സർക്കിളിന്റെ സെന്റർ എവിടെയാണോ ആ സെന്റർ ആയിട്ട് തന്നെ കൊടുത്തു. എന്റർ ആൻ ഓപ്ഷൻ എന്നാണ് കമാൻഡ് ലൈനിൽ പറയുന്നത്. ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ, സർക്കംസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസ്ക്രൈബ്ഡ് എന്നതിന് വേണ്ടി I എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം എന്റെ കീ പ്രസ് ചെയ്തു. സ്പെസിഫൈ റേഡിയസ് ഓഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ ഞാൻ 5 റേഡിയസ് തന്നെ ടൈപ്പ് ചെയ്തു. എന്റെ കീ പ്രസ് ചെയ്തു. ഇവിടെ ഇൻസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ 5 റേഡിയസ് ഉള്ള ഇൻസ്ക്രൈബ്ഡ് ആയിട്ട് ഒരു സർക്കിളിനുള്ളിലാണ് 6 സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ വന്നത്. ഒരിക്കൽ കൂടെ പോളിഗൺ ടൈപ്പ് ചെയ്തു. 6 സൈഡ്സ് എന്ന് തന്നെ കൊടുത്തു. സെന്റർ ഓഫ് ദ പോളിഗൺ എന്നത് ഞാൻ ഈ സർക്കിളിന്റെ സെന്റർ ആയിട്ട് കൊടുത്തു. സർക്കംസ്ക്രൈബിന് വേണ്ടി C എന്ന് ടൈപ്പ് ചെയ്തു. എന്റെ കീ പ്രസ് ചെയ്തു. റേഡിയസ് ഓഫ് ദ സർക്കിൾ 5 തന്നെ കൊടുത്തു. ഇവിടെ 2 മെത്തേഡിൽ കൂടെ ക്രിയേറ്റ് ചെയ്ത പോളിഗൺസ് ആണ് കാണുന്നത്. രണ്ടിലും കൊടുത്തിരിക്കുന്നത് സെയിം റേഡിയസ് ആണ്. അപ്പോൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ, സർക്കംസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിൾ എന്ന് പറയുന്ന 2 ഓപ്ഷനിലും നമുക്ക് 2 രീതിയിലാണ് പോളിഗൺ ക്രിയേറ്റ് ആവുന്നത്. അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന വ്യത്യാസം, നമ്മൾ റേഡിയസ് വാല്യൂ കൊടുക്കുന്നത് ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ എന്നാണെങ്കിൽ അതിന്റെ കോർണർ പോയിന്റിലേക്കാണ് ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ എന്ന് വെച്ചാൽ പോളിഗണിന്റെ കോർണർ സൈഡിലേക്കാണ് ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ അതിന്റെ റേഡിയസ് വാല്യൂ പോകുന്നത്. സർക്കംസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിൾ ആണെങ്കിൽ ആ ഒരു എഡ്ജിന്റെ മിഡ് പോയിന്റിലേക്കാണ് ആ ഒരു റേഡിയസ് വാല്യൂ നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ 2 വ്യത്യാസങ്ങൾ നമുക്ക് പോളിഗൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. റെക്ടാംഗിൾ എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. ഡ്രോ എന്നതിൽ നിന്നും റെക്ടാംഗിൾ എന്ന ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് കോർണർ പോയിന്റ്, സെക്കൻഡ് കോർണർ പോയിന്റ്, ആ 2 പോയിന്റിനുള്ളിലും ഒരു റെക്ടാംഗിൾ ക്രിയേറ്റ് ആവും. ഇങ്ങനെ ഒരു റെക്ടാംഗിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് കോർണർ പോയിന്റും സെക്കൻഡ് കോർണർ പോയിന്റും സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു 2 പോയിന്റ്സ് തമ്മിൽ ഒരു റെക്ടാംഗിൾ ക്രിയേറ്റ് ആവും. ഇതൊരു സിംഗിൾ എൻറ്റിറ്റി ആയിരിക്കും. ഈ ഒരു റെക്ടാംഗിൾ ഡിലീറ്റ് ചെയ്യുകയാണ്. അടുത്തതായി ഡ്രോ എന്നതിൽ ഉള്ള ഒരു കമാൻഡ് നോക്കാം. ഡ്യൂനട്ട് എന്നൊരു കമാൻഡാണ്. ഡ്യൂനട്ടിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കമാൻഡ് ലൈനിൽ ചോദിക്കുന്നത് ഇൻസൈഡ് ഡയമീറ്റർ, ഞാൻ 2 എന്ന് കൊടുത്തു. ഔട്ട്സൈഡ് ഡയമീറ്റർ 1 എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ സെന്റർ ഓഫ് ഡ്യൂനട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഡ്യൂനട്ട് എന്ന് പറയുന്ന സംഭവം, ഒരു പൈപ്പിന്റെ എല്ലാം ക്രോസ് സെക്ഷൻ വരയ്ക്കാനാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചത് ഈ ഒരു ഡ്യൂനട്ടിന്റെ ഇൻസൈഡ് ഡയമീറ്റർ എന്ന ഈ ഒരു ഡയമീറ്ററും അതുപോലെ ഔട്ട്സൈഡ് ഡയമീറ്ററുമാണ്. അതിന് ഉള്ളിൽ ഫില്ലായിട്ട് കംപ്ലീറ്റ്ലി ഫിൽഡ് മോഡിൽ നമുക്ക് ഒരു വാഷർ അല്ലെങ്കിൽ ഒരു ഡ്യൂനട്ട് എന്ന രീതിയിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന്റെ പ്ലേസ്മെന്റ് എവിടെയാണ് എന്ന് കാണിച്ചു കൊടുത്താൽ മതി. അവിടെയെല്ലാം ആ ഡ്യൂനട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ഡ്യൂനട്ടുകൾ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഡ്രോ എന്ന കമാൻഡിൽ ഒരു സ്പ്ലൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. സ്പ്ലൈൻ ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്, അങ്ങനെ നമുക്കൊരു സ്പ്ലൈൻ കർവ് ചെയ്ത് വരയ്ക്കാം. അത് എന്റർ കീ പ്രസ് ചെയ്തു. അതിനുശേഷം എന്റർ പ്രസ് ചെയ്തു. ഇവിടെ ഒരു സ്പ്ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് സ്പ്ലൈൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡ്രോ എന്നതിൽ നിന്നും സ്പ്ലൈൻ എന്ന കമാൻഡ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സ്പ്ലൈൻ എന്ന കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്തു
ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, അങ്ങനെ സ്പ്ലൈൻസ് ക്രിയേറ്റ് ചെയ്ത് പോവാം. എത്ര വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. എന്റർ കീ പ്രസ് ചെയ്തു. ഇവിടെ സ്റ്റാർട്ട് ടാൻജന്റ് എന്നൊരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അത് ഈ സ്പ്ലൈനിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടാൻജന്റ് ആണ്. അടുത്ത ഒരു പാർട്ടിൽ നമ്മൾ ഇതിനെക്കുറിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പ്ലൈൻ ഇവിടെ കിട്ടും. എലിപ്സ് ക്രിയേറ്റ് ചെയ്യാനായി ഡ്രോ എന്നതിൽ നിന്നും എലിപ്സ് എന്ന ഓപ്ഷനിലേക്ക് വരിക. അതിനുശേഷം സെന്റർ മെത്തേഡ് എന്താണ് എന്ന് നോക്കാം. സ്പെസിഫൈ സെന്റർ ഓഫ് എലിപ്സ് എന്ന് പറയുന്ന സെന്റർ പോയിന്റ് ഞാൻ സ്പെസിഫൈ ചെയ്തു. അതിനുശേഷം എൻഡ് പോയിന്റ് ഓഫ് ദ എലിപ്സ്, എൻഡ് പോയിന്റ് ഓഫ് എലിപ്സ് എന്നത് ക്ലിക്ക് ചെയ്തു. ഡിസ്റ്റൻസ് ടു അതർ ആക്സിസ് ക്ലിക്ക് ചെയ്തു. ഇവിടെ ഒരു എലിപ്സ് വന്നു. നമ്മൾ കൊടുത്തത് ഡ്രോ എന്ന കമാൻഡിൽ നിന്നും എലിപ്സ് എന്ന ഓപ്ഷനിൽ സെന്റർ മെത്തേഡ് ആണ്. ഇതിൽ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് സെന്റർ ഓഫ് എലിപ്സ്, അതുപോലെ തന്നെ എൻഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇങ്ങനെ ഒരു എലിപ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇതല്ല, ഡ്രോ എന്ന കമാൻഡ് ലൈനിൽ നിന്നും ആക്സിസ് എൻഡ് എന്ന് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ഓഫ് ആക്സിസ്, എൻഡ് പോയിന്റ് ഓഫ് ആക്സിസ്, അതിനുശേഷം ഡിസ്റ്റൻസ് ടു അതർ ആക്സിസ്. ഇത് സെക്കൻഡ് മെത്തേഡ് ആണ്. തേർഡ് മെത്തേഡ് എന്നത് ഡ്രോ എന്നതിൽ നിന്നും എലിപ്സ്, എലിപ്സ് ആർക്ക് എന്നത് ഒരു എലിപ്റ്റിക്കൽ ആർക്ക് ക്രിയേറ്റ് ചെയ്യാനാണ്. ഫസ്റ്റ് പോയിന്റ് ഓഫ് ആക്സിസ്, സെക്കൻഡ് പോയിന്റ് ഓഫ് ആക്സിസ്, ആക്സിസ് റൊട്ടേഷൻ, അതുപോലെ തന്നെ സ്റ്റാർട്ട് ആംഗിൾ, എൻഡ് ആംഗിൾ. ഒരു എലിപ്റ്റിക്കൽ ആർക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം.